ഗാസയിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുത്തുകൊണ്ട് തന്റെ ശ്രദ്ധ ലെബനനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇസ്രയേൽ. പരസ്പരം ഉണ്ടായിരുന്ന വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ വീണ്ടും ലെബനനെ ആക്രമിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇസ്രയേലിൽ നിന്നും കാര്യമായ ആക്രമണം ലെബനനിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഇസ്രയേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബെയ്റൂട്ടിൽ ഇസ്രയേൽ ബോംബുകൾ പതിച്ചത്. ഹിസ്ബുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നു എന്ന സംശയത്തിലാണ് ആക്രമണം നടത്തിയത്. നഗരത്തിൽ നിരവധി ഇടങ്ങളിലായി ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് ഇറാനിലെ ഗ്രൂപ്പുകളുടെ സഹായം ലഭിച്ചുവെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ 127 യൂണിറ്റ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF അവകാശപ്പെടുകയുണ്ടായി. ഹിസ്ബുള്ള ഇറാനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് തുടക്കത്തിലെ ഇല്ലാതാക്കാനാണ് നടപടിയെന്നാണ് അവരുടെ അവകാശവാദം. ബെയ്റൂട്ടിലെ UAV ഫാക്ടറികൾ ഇസ്രയേലിനും ലെബനനും തമ്മിലുള്ള ധാരണകളുടെ ലംഘനമാണ് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇസ്രയേൽ രാജ്യത്തിനും അതിന്റെ സിവിലിയന്മാർക്കും നേരെ ഉയർത്തുന്ന എല്ലാ ഭീഷണികൾക്കെതിരെയും IDF പ്രവർത്തിക്കും. കൂടാതെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും തടയുകയും ചെയ്യുമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാത്രി നടന്ന ആക്രമണം ഇസ്രയേൽ തീമഴ തന്നെ പെയ്യിക്കുന്നതായിരുന്നു. ആക്രമണം നടത്തുന്ന സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ബെയ്റൂട്ടിലെ ദഹിയയിലാണ് ആക്രമണം നടത്തിയതെന്നാണ് IDF അവകാശപ്പെടുന്നത്. ആക്രമണം നടത്തുന്നതിന് മുൻപായി തന്നെ പ്രദേശത്ത് നിന്നും ആളുകൾ ഒഴിഞ്ഞു പോവുകയുണ്ടായി. ആക്രമണം ഭീതി വിതച്ചതോടുകൂടി നാട്ടുകാരാകെ കടുത്ത സമ്മർദ്ദത്തിലാണ്. അതേസമയം വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ ലെബനനെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘനം ഉണ്ടായത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമാണ്. അത് അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലെബനനുമായും സംഘർഷം കനക്കുന്നത്. തെക്കൻ ലെബനനിലെ 2 പട്ടണങ്ങളിൽ ഇസ്രയേൽ പീരങ്കി ആക്രമണം അടക്കം നടത്തുകയുണ്ടായി. 14 മാസം നീണ്ടുനിന്ന ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് കഴിഞ്ഞ നവംബറിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. ദക്ഷിണ ലെബനനിൽ ആയുധങ്ങൾ അടക്കമുള്ള ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുതെന്നും ഇസ്രയേലി സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്നുമായിരുന്നു വെടിനിർത്തലിലെ ധാരണ. എന്നാൽ ലെബനൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതാണ് തിരിച്ചടിക്ക് ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത്. വാക്ക് പാലിക്കാതെ വീണ്ടും ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ തിരിച്ചടിക്കാൻ ആണ് ഹിസ്ബുള്ളയുടെ തീരുമാനം.